നമസ്കാരം. RSSനെ അങ്ങനെ തള്ളിക്കളയാനൊന്നും ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ RSS ഇല്ലാതെ ഒരു BJP സംവിധാനം ഉണ്ടാവുകയുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ കേരളത്തിലാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ BJPയുടെ ഒരു നട്ടെല്ല് എന്ന് പറയപ്പെടുന്നത് RSS എന്ന് പറയപ്പെടുന്ന സംഘടനയാണ്. ആ സംഘടനയെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പോലും നടക്കില്ല. അത്രയും ശക്തമായ കേഡർ സ്വഭാവമുള്ള സംവിധാനമാണ് RSS എന്ന് പറയപ്പെടുന്ന സംഘടന. ഇനി ഈ BJP വല്ലാതെ അങ്ങ് വളർന്നുവെന്നും ഇനി RSSൻ്റെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് അനിവാര്യമല്ലെന്നും ദേശീയ പ്രസിഡന്റായുള്ള JP നദ്ദ അവകാശപ്പെടുമ്പോഴും നമുക്കറിയാമല്ലോ, ഈ കേരളത്തിലൊക്കെ ബൂത്തിലിരിക്കാൻ വരെ RSSൻ്റെ പ്രവർത്തകർ വേണ്ട സ്ഥിതിയാണ് എന്ന് തന്നെയാണ് RSS നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും BJPക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷി ഉണ്ടെങ്കിലും കേരളത്തിലെ സ്ഥിതി എന്ന് പറയപ്പെടുന്നത് കുറച്ചുകൂടി പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം താഴെത്തട്ടിലെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെയാണ് കേരളത്തിൽ ഇക്കുറിയും BJP തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് അല്ലെങ്കിൽ നേരിട്ടത് എന്ന് പറയേണ്ടി വരും. ഈ കുറവ് നികത്താൻ അവസാന നിമിഷം RSS തന്നെ വരേണ്ടി വന്നു, അല്ലെങ്കിൽ RSS കേഡർമാർക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതേ ചൊല്ലി സംഘടനയുടെ വിലയിരുത്തൽ യോഗങ്ങളിൽ നിശിത വിമർശനം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രചാരണത്തിൻ്റെ വീഴ്ച ഉൾപ്പെടെ പല കാര്യങ്ങളിലും BJPയെ RSS രൂക്ഷമായി വിമർശിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ അസ്വസ്ഥതയുള്ള ഒരു വിഭാഗം അത് BJPയിൽ ഉണ്ട് താനും ഇപ്പോഴും. കാരണം സംഘത്തിൻ്റെ ചുമതലയുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർത്തുന്ന വിമർശനമെന്ന് പറയപ്പെടുന്നത് BJP നേതാക്കൾക്ക് അലോസരമുണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഫണ്ട് ചിലവഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് RSSൻ്റെ ചുമതലയുള്ളവർ അവർ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. സംഘപരിവാറിലെ രീതി അനുസരിച്ചിട്ട് സംഘ ചുമതലക്കാർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറ്റ് പരിവാർ നേതാക്കൾ മറുപടി പറയുക തന്നെ വേണം. ഇവിടെ എന്നാൽ ഈ കൊടകര കുഴൽപ്പണ കേസ് വന്നതോടെ പണത്തെക്കുറിച്ച് BJP നേതാക്കളോട് ചോദിക്കില്ല എന്നാണ് RSSൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. ദേഹത്ത് ചെളി പുരളാതെ നോക്കണമെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കേഡർമാർക്ക് സംഘം നൽകിയ നിർദ്ദേശമെന്ന് പറയുന്നത്. പണമിടപാടുകളിൽ തലയിടേണ്ട എന്നായിരുന്നു ഇതിനർത്ഥം എന്നുകൂടി മനസ്സിലാക്കുക. അതായത് ഈ അഴിമതിക്കാരായ നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിലും RSS എതിരാണ് എന്നുള്ളതാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ നിലയിൽ അല്ലെങ്കിൽ താഴെ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ നേരിട്ട് അനുഭവിക്കുന്ന അവരുടെ മറുപടി പറയേണ്ട ബാധ്യത ഈ സംഘത്തിനുണ്ട്. അദാനിയല്ല അദ്വാനിയാണ് BJPയെ അധികാരത്തിൽ എത്തിച്ചത് എന്ന് ഓർമ്മ വേണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞതുകൂടി അത് ഈ കാര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, കാലങ്ങളായി BJPക്കെതിരെ പ്രവർത്തിക്കുകയും അഴിമതി കേസുകളിൽ ഉൾപ്പെടുകയും ചെയ്തവർ പെട്ടെന്ന് ഒരു ദിവസം BJPയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് വരുന്നതിൽ എതിർപ്പുള്ള BJP നേതാക്കൾ ഇന്നുമുണ്ട് ശക്തരായിട്ട് കേരളത്തിൽ. വ്യത്യസ്തമായ പാർട്ടി എന്ന ആശയം മുന്നോട്ട് വെച്ച വാജ്പേയിയുടെയും ഒപ്പം തന്നെ അദ്വാനിയുടെയൊക്കെ കാലത്ത് നിന്ന് മറ്റു പാർട്ടികളുമായി വ്യത്യാസമില്ലാത്ത ഒരു പാർട്ടിയായി BJPയും മാറി എന്നാണ് RSSൻ്റെ പ്രധാന വിമർശനമെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ RSSനെ മാറ്റി നിർത്തി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം RSS എന്ന് പറയപ്പെടുന്ന കേഡർ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് ചോദിക്കുവാനുള്ള കരുത്ത് BJPയോട് ചോദിക്കുവാനുള്ള കരുത്ത് RSSനുണ്ട്. RSSൻ്റെ ആ ചോദ്യങ്ങളിൽ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട്, അതിൽ അസഹിഷ്ണുതയുണ്ട്, അസംതൃപ്തരുമാണ്. അങ്ങനെയുള്ളവരോട് BJP അല്ലെങ്കിൽ BJPയിലുള്ള അത്തരത്തിലുള്ള നേതാക്കളോട് RSS ഒരു അകലം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ BJPയുടെ നേതാക്കൾ എപ്പോഴും ഉന്നയിക്കുന്നത് RSSുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ RSSനെ മാറ്റി നിർത്തിയാൽ BJP എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ വട്ടപൂജ്യമാണ്. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ കുഴൽപ്പണ ഇടപാടുകൾ, അഴിമതി എന്ന് പറയപ്പെടുന്നതൊന്നും BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി അല്ലെങ്കിൽ RSS എന്ന് പറയപ്പെടുന്ന സംഘടന വച്ചു പൊറിപ്പിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ശക്തമായ കേഡർ സംവിധാനമുള്ള RSS എന്ന് പറയപ്പെടുന്ന സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകുക എന്നുള്ളത് വളരെ വലിയ മണ്ടത്തരമായി പോകും. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ JP നദ്ദ പറഞ്ഞതാണെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ RSSനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ JP നദ്ദ പറയുന്നതിലും കാര്യമുണ്ട്. അതായത് BJP എന്ന് പറയപ്പെടുന്നത് ഒരു പ്രസ്ഥാനം RSSൻ്റെ കീഴിൽ നിന്ന് മാറി മറ്റൊരു രീതിയിൽ സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കണമെന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കണമെന്നുള്ള രീതിയിലാണ്. മാത്രമല്ല, RSS എന്ന് പറയപ്പെടുന്ന സംഘടന എപ്പോഴും മാർഗദർശിയായി മുന്നോട്ട് നിൽക്കപ്പെടുന്ന ഒരു സംഘടനയാണ് എന്നും ആ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് പലപ്പോഴും BJP നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷെ പലരും അതിനോട് ഇപ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നത് BJPയുടെ അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ BJP സ്വീകരിക്കുന്ന നയങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടൊപ്പമാകുന്നു.
അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ടായിരുന്ന ആദ്യകാലങ്ങളിലെ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയപ്പെടുന്ന മറ്റു പാർട്ടികളെ പോലെ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടികളെ പോലെ തന്നെയായി മാറുന്നു, അഴിമതിയിലേക്ക് ചെല്ലുന്നു എന്നൊക്കെയുള്ള RSSൻ്റെ കൃത്യമായ വിമർശനങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ BJP പോലൊരു പ്രസ്ഥാനം അഴിമതിക്കാരായി മാറരുത്, രാജ്യത്ത് അത്തരത്തിലുള്ള വലിയ അഴിമതികൾ ഉണ്ടാകരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് RSSൻ്റെ അത്തരത്തിലുള്ള ഇടപെടലുകളും വിമർശനങ്ങളും ഉണ്ടാകുന്നത്. പക്ഷെ അത് അതേ രീതിയിൽ അതേ സ്പിരിറ്റോടു കൂടി സ്വീകരിക്കുവാനുള്ള കരുത്തുള്ള BJP നേതാക്കൾ ഉണ്ടാകണം. ഇല്ല, എല്ലാവരും അഴിമതിയിലേക്ക് പോവുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തരല്ല BJPക്കാരും എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് എത്തപ്പെടുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ അടക്കമുണ്ട്. ഇന്നലെ വരെ BJPയെ തെറിവിളിക്കുകയും BJPയെ തള്ളിപ്പറയുകയും ചെയ്തവർ പിറ്റേന്ന് രാവിലെ മുതൽ എങ്ങനെയാണ് ഈ BJPയുടെ കൊടിയും പിടിച്ച് താമര നക്ഷത്രത്തിൽ താമര എന്ന് പറയപ്പെടുന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് RSSന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോൺഗ്രസ്സുകാരെ പോലുള്ളവർ BJP പോലൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയും അഴിമതിയിലേക്ക് എത്തപ്പെടുമെന്നുള്ള ചിന്ത RSSനുള്ളതുകൊണ്ടാണ് RSS പലപ്പോഴും വാളെടുക്കുന്നതും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് BJPയെ തളർത്താൻ മാത്രമേ ഈ മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ള അവരുടെ വരവ് എന്ന് പറയപ്പെടുന്നത് കൊണ്ട് ഈ പാർട്ടി നശിക്കുക മാത്രമേ ചെയ്യൂ എന്നാണ് RSSൻ്റെ ഒരു ചിന്ത എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും BJP ഈ അഴിമതിക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരടക്കമുള്ള CPMകാരടക്കമുള്ളവർ വരുമ്പോൾ അവരെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പാർട്ടിയുടെ നേതാക്കളല്ല ഈ പാർട്ടിയെ വളർത്തുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം കോൺഗ്രസ്സിലെ നേതാക്കൾ വന്നിട്ട് ഇവിടെ ഈ പാർട്ടിയെ വളർത്തേണ്ട ആവശ്യമില്ല. BJP വളർന്നത് ഈ ജനങ്ങളുടെ കരുത്തുകൊണ്ടാണ്, ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്, ജനങ്ങളുടെ തിരിച്ചറിവ് കൊണ്ടാണ്. അതുകൊണ്ട് BJPയെ വളർത്താൻ കഴിയുന്നത് ജനങ്ങൾക്കാണ്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കൾക്കല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ്റെയോ CPMകാരൻ്റെയോ ഒരു പിൻബലവുമില്ലാതെ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഈ കേരളം ഭരിക്കാൻ കഴിയും, മാത്രമല്ല ഭാരതം ഭരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതേ നാണയത്തിൽ തന്നെ കേരളവും ഭരിക്കാൻ BJPക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരനെയും CPMകാരനെയും ഉൾക്കൊള്ളാതിരിക്കുക, അഴിമതിയുടെ കറ പുരണ്ട അത്തരത്തിലുള്ള നേതാക്കളെ ഈ പാർട്ടിയിലേക്ക് വരുത്താതിരിക്കുക. ഒപ്പം BJP എന്ന് പറയപ്പെടുന്നത് RSS എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുക. അതാണ് BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാകുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാരോ CPMകാരിലെ നേതാക്കളെയോ പിടിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അണികൾ, ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇവിടം ഭരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ കരുത്തുള്ള BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ അഴിമതിക്കാരെ മാറ്റി നിർത്തി മുന്നോട്ട് പോയാൽ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനും കാവ്യവൽകൃതമാകുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതവും 2024 പൂർത്തിയാക്കുകയും ചെയ്യും.